ദൈവം എല്ലാ കാലത്തും ചില വ്യക്തികളെ തിരഞ്ഞെടുക്കും സമൂഹത്തെ നയിക്കാൻ. ചില കുടുംബങ്ങളെ തിരഞ്ഞെടുക്കും സമൂഹത്തിൽ പ്രത്യേക മുദ്രകൾ പതിപ്പിക്കാൻ. അങ്ങനെയുള്ള ഭാഗ്യം ലഭിച്ച കേരളത്തിലെ കുടുംബങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കുടുംബമാണ് ഞാവലിൽ കുടുംബം. ഈ കുടുംബത്തെക്കുറിച്ച് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നു വരുന്നത് ബഹുമാനപ്പെട്ട റോസഞ്ചേരി ടീച്ചറിലൂടെയാണ്. അന്ന് മുതൽ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റോ ആയിട്ടോ ഈ കുടുംബത്തെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കുടുംബത്തിൻ്റെ വിവിധ ശാഖകളിൽപ്പെട്ടവരുമായിട്ട് അടുപ്പമുള്ള ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് മംഗലത്തിൽ ശാഖയും എൻ്റെ അമ്മയുടെ കുടുംബവും തമ്മിലുള്ള ബന്ധം അതൊക്കെയാണ് ഇന്നിവിടെ വരുവാനുള്ള ഒരു പ്രത്യേക കാരണവും. ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഒരു നല്ല അറിവും പഠിത്തവും ഒക്കെയുള്ള സമൂഹത്തിൽ ക്രീമായിട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ കുടുംബ വാർഷികത്തിൽ പങ്കെടുക്കുന്നതിൽ. നമുക്കറിയാം, ഇന്ന് മനുഷ്യൻ ബന്ധങ്ങൾ തപ്പിപ്പോകുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങൾ തപ്പിപ്പോകുന്നു. എല്ലാവർക്കും അറിയാം, പണ്ട് ഒരു പൂർവികൻ, ആ പൂർവികനിൽ നിന്ന് വിവിധ ശാഖകൾ മാറി മാറി താമസിച്ചപ്പോൾ നമ്മളൊക്കെ പല വഴികളിലായി. പക്ഷെ അടിസ്ഥാന ഉറവിടം ഒന്നാണ്. ആ തിരിച്ചറിവാണ് വാർഷിക സംഗമത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു വലിയ ചിന്ത. ഇന്നും വീട്ടുപേരുകളുടെ പൊരുത്തം കണ്ടുപിടിക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാലമാണ്. പണ്ട് നമ്മുടെയൊക്കെ വീട്ടുപേരുണ്ടായത് തന്നെ പള്ളിയോട് ചേർന്നായിരുന്നു. പള്ളിയുടെ കിഴക്ക് വശത്ത് താമസിച്ചവരെ കിഴക്കേ തലയ്ക്കൽ എന്ന് വിളിച്ചു. സിമിത്തേരിയോട് അടുത്ത് താമസിച്ചവരെ കല്ലറയ്ക്കൽ എന്ന് വിളിക്കാൻ തുടങ്ങി. പള്ളിയുടെ വാതുക്കൽ താമസിച്ചവരെ പള്ളിവാതുക്കൽ. കുരിശടിയോട് അടുത്ത് താമസിച്ചവരെ കുരിശുമൂട്ടിൽ അങ്ങനെ വിളിച്ചാണ് വീട്ടുപേരുണ്ടായത്. ഇപ്പം എല്ലാവരും ഇന്ന് വീട്ടുപേരിൻ്റെ ബന്ധം തപ്പുന്ന കാലമാണ്. ഓരോ വീട്ടുപേരും ഒരു 200 വർഷം മുമ്പ് പല വീട്ടുപേരും മാറിപ്പോവാം. ഞാൻ അടിസ്ഥാനപരമായി പാമ്പളാനി പുത്തമ്പരിക്കലാണ്. പിന്നീട് മാറി താമസിച്ചതോ പാമ്പളാനി പറമ്പ്, വേറൊരു എലവും, ഇങ്ങനെ മാറി കുടുംബങ്ങൾ മാറിപ്പോവും. മലമുകളിൽ താമസിച്ചിരുന്ന മത്തായി ചേട്ടൻ മെയിൻ റോഡ് സൈഡിൽ ഒരു വീട് പണിതപ്പോൾ എല്ലാവരും വിളിച്ചു നരപ്പേൽ മത്തായി. അല്പം താഴെ പോയി താമസം താഴത്തെ മത്തായി, പൊക്കത്തിൽ പോയപ്പോൾ മുകളിൽ മത്തായി. ഒരു മത്തായി 3 മത്തായി ആയത് 3 മാറി താമസങ്ങൾക്കിടയിലാണ്. വീട്ടുപേരുകൾ അങ്ങനെ ഉണ്ടാകും. ഇപ്പം എൻ്റെ വീട്ടുപേര് പുത്തൻപരിക്കൽ. പലരും ചോദിക്കും, PSCയിൽ പുത്തൻപരിക്കൽ ഒരു മാത്യു സാറുണ്ടല്ലോ, അച്ഛൻ്റെ ആര്യലുമാണ്. എൻ്റെ ആരുമല്ല. PS ഒരു വീട്ടുപേര് എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും വീട്ടുപേരുണ്ടാകാം. പുത്തൻപരിക്കൽ, വേട്ടോൻ, പരവൻ, ഊരാളി, മലമണ്ടാരം, ആദിവാസി, മുസൽമാൻ, ഈഴവൻ. ഈ വീട്ടുപേര് ആർക്കും ഉണ്ടാകും. പുത്തൻപരിക്കൽ. ഒരു മനുഷ്യൻ്റെ വീട്ടുപേര് സ്വർണ്ണക്കുന്നേൽ, പേര് ഔസേപ്പ്. ആൾക്കാർ വിളിച്ചു സ്വർണ്ണക്കുന്നേൽ ഔത. മലമുകളിലാ താമസം. 3 മിടുക്കൽ പെൺപിള്ളേർ നേഴ്സിംഗ് പാസ്സായി മെയിൻ റോഡ് സൈഡിൽ ഒരു വീട് പണിത് കൊടുത്തു. 20 സെന്റ് സ്ഥലവും മേടിച്ചു. ഗതികേടിന് വീട് പണിത് ആനിക്കാവളെ ഉണ്ടാകുന്ന ആനിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ സ്വർണ്ണക്കുന്നേൽ അവധയെ ആൾക്കാർ ആനിമൂട്ടിൽ വിളിച്ചു തുടങ്ങി. അയാളോട് ഇത്രയും നല്ല വീട്ടുപേര് ഈ മരത്തിൻ്റെ പേരിൽ വന്ന മോശം മഴുവും കോടാലിയും കൊണ്ടുവന്ന് ആനി വെട്ടി ദൂരെ കളഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ ആൾക്കാർ വിളിച്ചു തുടങ്ങി കുറ്റിയാനിക്കൽ ഔത. അയാൾ പിക്കാസും തൂമ്പായും കൊണ്ടുവന്ന് കുറ്റി പറിച്ച് ദൂരെ കളഞ്ഞു. ഇന്നത്തെ വീട്ടുപേരോ കുറ്റിപ്പറിയാനിക്കൽ ഔത. ഇതാണ് വീട്ടുപേര്. വീട്ടുപേരുകൾ മാറി പോകുന്നു. അപ്പം അങ്ങനെയൊക്കെ മാറിപ്പോകുമ്പോഴും സ്വന്തത്തെയും രക്തബന്ധത്തെയും ബന്ധങ്ങളെയും കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു വാർഷിക സംഗമം, കുടുംബയോഗം, അത് നമ്മളെ ശക്തിപ്പെടുത്തുന്നു. ഇങ്ങനെ ശക്തിപ്പെടുത്തുമ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നും, കുടുംബത്തിൽ ചില കുടുംബയോഗം നടക്കുമ്പം കുടുംബത്തിലെ സമ്പന്നരുടെ നിര മാത്രം ശ്രദ്ധിക്കപ്പെടും. എല്ലാ സാമർഥ്യവും മിടുക്കുമുള്ള കുടുംബത്തിലുമുണ്ട് പാവപ്പെട്ടവനും ഒറ്റപ്പെട്ടവനും സമൂഹത്തിൽ മുഖം നഷ്ടപ്പെട്ടവരും. ഇവരെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയാണ് കുടുംബബന്ധത്തിന് ബലവും ശക്തിയും കൃപയും പകരുക. കുടുംബത്തിൻ്റെ യോഗം കൂടുമ്പോൾ നമ്മൾ വെറുതെ ഒരു പരിശോധന, ഞാവലിൽ കുടുംബത്തിൻ്റെ ഞാൻ ഏത് ശാഖയിൽപ്പെട്ടാലും എങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഈ വാർഷിക യോഗത്തിൽ ഞാൻ വന്നത്, എങ്ങനെയുള്ള വീട്ടിലേക്കാണ് ഞാൻ ഇന്ന് തിരിച്ച് പോവുക. ഇന്ന് ലോകത്തിൽ ഒരു വലിയ പ്രത്യേകതയുള്ളത്, മനുഷ്യൻ്റെ ദൂരങ്ങളുള്ള ലോകം വളരെ അടുത്ത ലോകങ്ങൾ വളരെ അകന്നു. അമേരിക്കയിലെ ആൻറ്റി എൻ്റെ ഉള്ളംകൈയിൽ ഫോണിലിരുന്ന് തുള്ളിക്കൊണ്ടിരിക്കും. ചിക്കാഗോയിലെ ആൻറ്റിയെ കരൂരിൽ
കയ്യിൽ വെച്ച് കാണാം, അത്രയും ലോകം അടുത്തു. പക്ഷേ അടുക്കളയിൽ കിടക്കുന്ന അമ്മ മോനിൽ നിന്നും മരുമോനിൽ നിന്നും 1000 മൈൽ അകന്നു. ഇതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ദുരന്തം. 2 മുറികൾക്കുള്ളിലുള്ള ദൂരം ഒരുപാട് അകന്നു. അതേസമയം ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള ദൂരം ഒരുപാട് അടുത്തു. അങ്ങനെ ബന്ധങ്ങൾ അകലുമ്പോൾ അപ്പനമ്മമാരുമായുള്ള ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധം, മക്കൾ മാതാപിതാക്കൾ ബന്ധം, അതിൻ്റെ അറ്റുപോയ കണ്ണുകളെ വിളക്കി ചേർക്കാനും ഒന്നുകൂടി ഒരുമിച്ച് കൂട്ടുവാനും ഇങ്ങനെയുള്ള കുടുംബയോഗങ്ങൾ നമ്മളെ സഹായിക്കട്ടെ, നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ഇന്ന് 10 കൂട്ടം കുടുംബങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഞാവള്ളിൽ കുടുംബയോഗം ഈ കുടുംബത്തിൻ്റെ വാർഷിക സമ്മേളനം വിപുലമായി നടത്തുമ്പോൾ ഓർക്കുക, ഇതിലേതെങ്കിലും കുടുംബം അച്ഛൻ പറഞ്ഞു പോകുന്ന 10ൽ ഏതെങ്കിലും ഒന്നിൽ പെടുമോ? 1, കുടുംബം ഒരു മദ്യഷാപ്പ്. ചില കുടുംബങ്ങൾ മദ്യഷാപ്പുകളാണ്. കാശ് കൂടുന്തോറും കള്ളു വിളമ്പുന്ന കുടുംബങ്ങൾ. എന്തിനും ഹൗസ് വാമിങ്, ബിട്രോത്തൽ, മാരേജ്, ഫസ്റ്റ് കമ്മ്യൂണിയൻ, പെരുന്നാൾ എന്തു വന്നാലും ലഹരി വിളമ്പുന്ന ഒരു കുടുംബമാണോ? ആ കുടുംബത്തിൽ ദൈവാനുഗ്രഹം കുറവാണ്. വാർഷിക യോഗത്തിൽ ദൈവം ഓർമ്മിപ്പിക്കുന്നു, അങ്ങനെയുള്ള കെട്ടുകൾ നമ്മുടെ കുടുംബശാഖയിൽ എവിടെയെങ്കിലും ഉണ്ടോ തിരുത്തുക. ലഹരിയുടെ കുടുംബം അനുഗ്രഹമില്ലാത്ത കുടുംബം. യെശയ്യാ 5:11. നിന്റെ വീട്ടിലെ വിരുന്ന് മേശയിൽ നീ ലഹരി വിളമ്പിയാൽ വിരുന്നിൻ്റെ ദൈവം നിന്റെ വീടിനോട് യാത്ര പറയും. 2, വീട് ഒരു കശാപ്പ് കട. ജെറമിയ 1:5. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാക്കപ്പെട്ട നിമിഷം തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു തിരഞ്ഞെടുത്തു. ഗർഭചിത്രം നടന്നുപോയ കുടുംബങ്ങൾ. ജീവനെ വേണ്ടാന്നോർത്ത് നുള്ളിക്കളഞ്ഞ ഒരു കുടുംബമുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ജീവിക്കുന്ന മക്കളുടെ മേൽ ഒരു ശാപത്തിൻ്റെ വാൾ തൂങ്ങിക്കിടക്കും. അത് അനുഗ്രഹം നഷ്ടപ്പെട്ട കുടുംബം. അങ്ങനെയൊരു തിന്മ എവിടെയെങ്കിലും സംഭവിച്ചെങ്കിൽ, സമ്പത്തുള്ള കുടുംബത്തിലാണെങ്കിൽ പാവപ്പെട്ട ഒരു സ്ത്രീയുടെ പ്രസവത്തിന് സൗകര്യം ചെയ്തു കൊടുത്തും പാവപ്പെട്ട പെൺപിള്ളാരെ പഠിപ്പിക്കാൻ സഹായിച്ചും പ്രവൃത്തി കൊണ്ട് പരിഹാരം ചെയ്തില്ലെങ്കിൽ കുടുംബത്തിൽ അനുഗ്രഹം ചോർന്നു പോകും. 3, വീട് ഒരു സിനിമാ തിയേറ്റർ. കാശ് കൂടുന്തോറും, സ്റ്റാറ്റസ് കൂടുന്തോറും വീട് ഒരു സിനിമാ തിയേറ്ററായിട്ട് മാറാനുള്ള സാധ്യത. ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ സിനിമയുടെ CD ഇട്ട് കാണുക, അല്ല റിമോട്ട് ഞെക്കിക്കൊണ്ട് തവളചാട്ടം ചാടുന്ന പോലെ ചാനൽ മാറ്റി മാറ്റി കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പം ഒരു കൊച്ചു കുട്ടി പറഞ്ഞു, ജോസഫ് അച്ഛൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചാടാ? മമ്മി TV-യിൽ തെറ്റിച്ച് പോയപ്പം അച്ഛൻ തെന്നി പോകുന്നത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. കുടുംബം ഒരു സിനിമാ തിയേറ്റർ. ഒരു കുടുംബനാഥൻ പറഞ്ഞു, എൻ്റെ അച്ഛ, എൻ്റെ ഭാര്യ സീരിയൽ കാണാൻ വന്നിരിക്കുന്നത് വടക്കൻ വീരഗാഥയിലെ പോലെ ടർക്കി ടവൽ കയറ്റി കൊടുത്ത് സോപ്പ് പതച്ച് ദേഹം നനച്ച് ഒറ്റ ഇരിപ്പ. അതെന്താ? എൻ്റെ അച്ചു പരസ്യം വരുമ്പം വെള്ളമൊഴിക്കാൻ പോയാൽ മതിയല്ലോ, അത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയില്ല. ഒരു പള്ളിയിൽ ധ്യാനിപ്പിച്ചപ്പോൾ ഒരു കൊച്ചു കുട്ടിയോട് ചോദിച്ചു, മോനെ നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥന എങ്ങനെയാണ്? അവൻ പറഞ്ഞു, ഞങ്ങൾ കൊന്ത ചൊല്ലിയാണ് പ്രാർത്ഥിക്കുക. എങ്ങനെയാടാ കൊന്ത ചെല്ലുന്നത്? ഞങ്ങൾ കൊന്ത ചെല്ലുന്നത് രഹസ്യം പരസ്യം, പരസ്യം രഹസ്യം, രഹസ്യം പരസ്യം, പരസ്യം രഹസ്യം. അതെന്താ? TV പരസ്യം വരുമ്പം കൊന്തയുടെ രഹസ്യം ചെല്ലും, പിന്നെ സീരിയൽ കാണും, അടുത്ത പരസ്യത്തിന് പിന്നത്തെ രഹസ്യം. ഇതാണ് ഞങ്ങളുടെ വീട്. വീട് ഒരു സിനിമാ തിയേറ്ററാണോ? ചില ആൻറ്റിമാരും പ്രായമുള്ള അമ്മച്ചിമാരും പള്ളിയിൽ കഴിഞ്ഞ് പോകുന്ന കണ്ടാൽ തോന്നും ഗബ്രിയേൽ മാലാഖയെ കഴിഞ്ഞ വർഷം പ്രസവിച്ച ആളാണ്, ഭക്തിയും നടക്കും. വീട്ടിൽ ചെന്ന് വൈകിട്ട് 7 ആയാലോ വെട്ടിയിട്ട് കൂടച്ചക്ക പോലെ ഫ്ലാറ്റായിട്ട് TV-യുടെ മുമ്പിൽ മലനൊറ്റിയിരിപ്പ്. രാവിലെ പള്ളിപ്പോക്കും എല്ലാം ഉണ്ട്, വൈകിട്ട് പ്രാർത്ഥനയേക്കാൾ കൂടുതൽ തോന്നൽ സീരിയലിനാണ്. ആ വീടിനെ വിളിക്കും വീട് ഒരു സിനിമാ തിയേറ്റർ. 4, വീട് ഒരു ബ്യൂട്ടി പാർലർ. ചില വീടുകൾ ബ്യൂട്ടി പാർലറുകളാണ്. പൈസ കൂടുന്തോറും മേക്കപ്പ് സാധനങ്ങൾ, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ പരമാവധി മേടിച്ചു വെക്കുന്ന വീട്. സമ്പത്ത് കൂടുന്തോറും സമ്പന്ന വർഗത്തിൽ ഈ ഐറ്റങ്ങൾ കൂടി വരും. മേക്കപ്പ് സാധനങ്ങൾ, അലങ്കാര വസ്തുക്കൾ. അപ്പം അങ്ങനെയുള്ള വീട് ഒരു ബ്യൂട്ടി പാർലർ. ചിലപ്പോൾ നമ്മൾ കാണും 75 വയസ്സുള്ള അങ്കിളാണേലും തലയിൽ ഒരു മുടി പോലും നരച്ചിട്ടില്ല. കരിക്കലം കമതിയതുപോലെ മുകളിൽ കറുപ്പ്, കീഴേ ചെമ്പിപ്പ്, അടിയിൽ നരപ്പ്. ഒരു മനുഷ്യൻ അയൽവകത്തെ ആളെ ഫോണിൽ വിളിച്ചു. ഇംഗ്ലീഷ് മീഡിയത്തിലെ പേരക്കുട്ടിയാണ് ഫോൺ എടുത്തത്. വേർ ഈസ് യുവർ പപ്പ? കൊച്ചിൻ്റെ മറുപടി, മൈ പപ്പ ഈസ് ഡൈയിങ്. അയാൾ ആംബുലൻസും പിടിച്ച് വന്ന് മരിക്കാൻ പോകാമെന്ന് ഓർത്ത്. അപ്പം നമുക്കത് ബ്യൂട്ടി പാർലറാണ് കുടുംബങ്ങൾ. ചില പെണ്ണുങ്ങൾ 65 വയസ്സ് കഴിഞ്ഞാലും പല്ല് പറഞ്ഞ കുഴി പൗഡറിട്ട് നികത്തി ചുണ്ടിലും കണ്ണിലും ചായവും പൂശി നടന്നു പോകുന്ന കണ്ടാൽ തോന്നും ഏതോ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കുച്ചിപ്പിടി ആടാൻ പോണ പോലെ നടന്നു പോകുന്ന കാണാം. വീട് ബ്യൂട്ടി പാർലർ. കോട്ടയം നാഗമ്പടം മുതൽ കഞ്ഞിക്കുഴി വരെ
18 ബ്യൂട്ടി പാർലറാണ് ഇന്ന് സർക്കാരിൻ്റെ കണക്കിൽ. 1 രോമം വടിക്കാൻ, 2 പുരികം പറിക്കാൻ, 3 മഞ്ഞൾ പുരട്ടാൻ, 4 നഖം വെട്ടാൻ. ഏതെല്ലാം രീതികളില്ല. നമുക്കറിയാം മുടിക്കാണെങ്കിലും ഫാഷൻ. ഒരു മനുഷ്യൻ ബാർബർ ഷോപ്പിൽ ചെന്ന് പറഞ്ഞു, ബാർബർ എൻ്റെ മുടിയൊന്ന് വെട്ടണം. അവൻ ചോദിച്ചു എങ്ങനെ വേണം? സ്പൈക്ക്, ക്രോസ് കട്ട്, അംബ്രല്ല, മഷ്റൂം, ഏത് ടൈപ്പിൽ വേണം? അവൻ പറഞ്ഞു ഏത് ടൈപ്പായാലും വേണ്ടിയല്ല, എൻ്റെ പെമ്പർനോതിക്ക് പിടിക്കാൻ നീളം കെട്ടരുത്, ആ പരുവത്തി വേണം വെട്ടി വെക്കാനായിട്ട്. അപ്പം വീട് ഇന്ന് ബ്യൂട്ടി പാർലർ, സൗന്ദര്യ കലവറകളായ കുടുംബങ്ങൾ. ചില പണിയുന്ന വീടോ, എത്ര മുഴുത്ത വീടാ ചില മനുഷ്യരും മറ്റും ഇന്ന് പണിത് കൂടുക. എത്രയോ വലിയ കെട്ടിടങ്ങൾ പണിയുന്നു. അടുത്തയിടെ ഭരണങ്ങാനത്ത് എൻ്റെ ഒരു അമേരിക്കൻ സുഹൃത്ത് വീട് പണിതപ്പം അത് വെഞ്ചിരിക്കാൻ എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ വെഞ്ചിരിച്ച് വെള്ളം തളിച്ച് എൻ്റെ വലതുകൈയുടെ ഒരം പറഞ്ഞു പോയി. പുകപ്പര, മറപ്പര, കുളിപ്പര, ഷീറ്റ് വര, എത്ര മുഴുത്ത മുറികളാണ്. വെഞ്ചിരിക്കാൻ കയറിയത് ഭരണങ്ങാനത്താണ്. വെഞ്ചിരിച്ച് ഇറങ്ങിയപ്പം എടപ്പാടിയായി. അത്രയും മുഴുത്ത കെട്ടിടങ്ങൾ. വീട്, ആവശ്യമില്ലാത്ത വീടുകൾ. ചില വീട് മറ്റു എന്നാ മുഴുത്ത വീടാണ്. 8 മുറി 2 നില. അന്തേവാസി ആരാ? കയറെ തൂങ്ങിപ്പൊങ്ങുന്ന ഒരപ്പൻ, നത്തുപോലെ കുത്തിയിരിക്കുന്ന ഒരമ്മ, 2 ഓന്ത്, 3 പല്ലി, 2 പൂച്ച. ഇതാണ് അവകാശികൾ. ആർക്കു വേണ്ടിയ കോടികൾ പണിതരുക? വീട് ഒരു ബ്യൂട്ടി പാർലറാണ്. 5 വീട് ഒരു നമുക്ക് ചില വീടുകൾ സിമിത്തേരികളാണ്. എങ്ങനെയുള്ള വീടാണ് സിമിത്തേരി? ഞാവള്ളി കുടുംബത്തിൻ്റെ യോഗത്തിൽ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര വർത്തമാനമാണ്. പക്ഷെ വീട്ടിൽ ചെന്നാൽ ഭർത്താവും ഭാര്യയും മിസ്റ്റർ സക്കറിയ, മിസ്സസ് എലിസബത്ത് നിത്യമൗനം കുത്തിയിരിപ്പ്, ഒന്നും പറയാനില്ല. കുടുംബാംഗങ്ങൾ കാണുന്ന പൊതുവേദിയിൽ ഇഷ്ടം പോലെ വർത്തമാനം, ചായക്കടയിൽ പാർട്ടി ഓഫീസിൽ വർത്തമാനം, പെരയ്ക്കകത്ത് വർത്തമാനമേ ഇല്ല. സംസാരമില്ലാത്ത കുടുംബമാണോ? ചില കുടുംബത്തിലെ സംസാര വിഷയം കാലാവസ്ഥയാണ്. അപ്പോൾ ഇന്നും ഒരു മൂടല. ഉച്ച കഴിഞ്ഞ് മഴ പെയ്യുമെന്നാണ് തോന്നുന്നു. ഒരു മഴക്കാറിങ്ങനെ പർവ്വതാനത്ത് നിന്ന് വരുന്നുണ്ട്. വലവൂര് പോയി പെയ്യാൻ നല്ല സാധ്യതയുണ്ട്. കാലാവസ്ഥ സൃഷ്ടിച്ച ദൈവത്തിന് 1000 നന്ദി. അല്ലെങ്കിൽ വിഷയദാരിദ്ര്യത്തിലൂടെ പല ദമ്പതിമാരും പണ്ട് മരിച്ചു പോയേനെ. വീട് ഒരു സിമിത്തേരി. ഒരു സ്ഥലത്ത് ഞാൻ ധ്യാനത്തിൽ പറഞ്ഞു, നല്ല ഭാര്യാഭർത്താക്കന്മാർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് 15 മിനിറ്റ് അടുത്തിരുന്ന് മുട്ടി ഒരുമി കൊച്ചു വർത്താനം പറയണം. ഇപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛ 15 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് എൻ്റെ കെട്ടിയവൻ വേണ്ടിയാൽ മതി. ഇയാൾ സന്ധ്യയാകുമ്പോൾ എന്നോട് 3 അടിയുടെ കാര്യം പറയും, വേറെ ഒന്നും പറയത്തില്ല. എന്താ 3 അടി? സന്ധ്യയാകുമ്പോൾ 1 കുരിശ് വരയ്ക്കടി, 2 കഞ്ഞി വിളമ്പടി, 3 പാവിരിക്കടി. ഈ 3 അടിയേ ഉള്ളൂ, വേറെ വർത്തമാനം പറച്ചിലില്ല. സംസാരമില്ലാത്ത കുടുംബം. ചിലവരെന്നെ വെച്ചാൽ എന്നാ പറയാന്, എന്നും കണ്ട ഒരേ ശരീരം, പകുത്ത ഒരേ ജീവിതം, പുത്തനായിട്ടൊന്നും പറയാനില്ല. വിഷയമില്ല, വിഷയം ഉണ്ടാക്കണം. മിടുക്കി ഭാര്യയാണോ? പത്രം വായിച്ചുള്ള ഭർത്താവിനോട് ഉത്തർപ്രദേശ് പഞ്ചാബ് ഇലക്ഷൻ്റെ കാര്യം പറയണം. പാർട്ടിയോട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ. ഭാര്യയോട് ഭർത്താവ് പറയണടി, സ്വർണ്ണവില ഇങ്ങനെ കൂടിയും കുറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഒരു ബിസ്ക്കറ്റ് അങ്ങ് മേടിച്ചാലോ? പിന്നെ വർത്തമാനം തീരുമോ? വെട്ടം വീഴുന്നത് വരെ പിന്നെ വർത്തമാനമല്ലേ? സംസാര വിഷയം. ഒരു സ്ത്രീ പറഞ്ഞ, അച്ഛാ എനിക്ക് എൻ്റെ കെട്ടിയവനെ കാണുമ്പോൾ ഒരു തൊഴി കൊടുക്കാനായിട്ട് തോന്നുക. അതന്നാടി എൻ്റെ അച്ഛ ആദ്യ രാത്രിയിൽ മുട്ടി ഒരുമി ചൂടുപടിച്ച് വർത്തമാനം പറഞ്ഞ് കിടക്കാവുന്ന ഓർത്തപ്പം ഇത് ഞാൻ ചാടി എന്നിട്ട് ചോദിക്കുക, ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം ഏതാടി? ഇതെന്നാ അച്ഛാ, ഭൂമിശാസ്ത്രം പഠിക്കാനാണോ ഇയാളിനെ കെട്ടിക്കോട്ട് വന്നത്? അതിനടുത്ത് അങ്ങനെ ചോദിച്ചത്. എൻ്റെ അച്ഛൻ വിവാഹത്തിന് ധ്യാനിപ്പിച്ച് അച്ഛൻ പറഞ്ഞായിരുന്നു, വിഷയങ്ങൾ തീരുമ്പോൾ മനഃപൂർവ്വം വിഷയങ്ങൾ ഉണ്ടാക്കി വർത്തമാനം പറയണം. ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയല്ലേ, അവിടെ പൊതുവിജ്ഞാനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ വിഷയം എടുത്തിടുക. ഇത്രയും വലിയ വിഷയമാകുമെന്ന് ഒരിക്കലും ഞാൻ ഓർത്തിരുന്നില്ല. വീട് സിമിത്തേരിയാണ്. 6 വീട് നരകമാണോ? ഇപ്പം കണ്ടാൽ സ്വർഗമാണ്, വീട് നരകമാണ്. ഏതെങ്കിലും വീട്ടിൽ വഴക്കോ മുൻകോപമോ എടുത്തുചാട്ടമോ ഉള്ള ഭാര്യയും ഭർത്താവുമാണെങ്കിൽ പൊതുവേദിയിൽ നമുക്ക് തോന്നും ഇത് ഗബ്രിയേൽ മാലാഖ ഇളയ പെങ്ങൾ. വീട്ടിൽ ചെല്ലുമ്പോഴോ ഇതാണ് ലൂസിഫറും ബെർസബൂലിൻ്റെ മൂത്ത പുത്രിയും. കണ്ടാൽ ഉഗ്രം കുടുംബമാ, പക്ഷെ വീട്ടിൽ വഴക്ക്, മുൻകോപം, എടുത്തുചാട്ടം, ആ വീട് നരകം. ഒരു മനുഷ്യൻ ഭാര്യയോട് ഒന്നും വഴക്കുണ്ടാക്കും. അവസാനം വണ്ടി അപകടത്തിൽ മരിച്ചു. ലൂസിഫറിൻ്റെ അരമനയിൽ നരകത്തിൽ ഒരു മുറിയും കെട്ടി. ഏതാനും ദിവസം കഴിഞ്ഞ് വലിയൊരാഗ്രഹം, ഭൂമിയിലെ ഭാര്യയുടെ ശബ്ദം ഒന്ന് കേൾക്കണം. ഇയാൾ ലൂസിഫറിനോട് ഫോൺ ചോദിച്ചു. ലൂസിഫർ ഫോൺ കൊടുത്തു. ഫോണിലൂടെ ഇയാൾ ഭാര്യയോട് സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. 3/4 മണിക്കൂറായി. ഇത്രയും നേരം നരകത്തിൽ നിന്ന് ഭൂമി പിടിക്കണമെങ്കിൽ എന്ത് തുകയാകും? ഇയാൾക്കൊരാതി. അയാൾ ചോദിച്ചു, ലൂസിഫറെ സമയം കൂടിപ്പോയി, എന്ത് തുകയാ പേ ചെയ്യേണ്ടത്? ലൂസിഫർ പറഞ്ഞു, പൈസയൊന്നും വേണ്ട. അതെന്താ? നരകത്തിൽ നിന്ന് നരകത്തിലോട്ട്
ലോക്കൽ കോളാണ്, അതിന് പൈസയുടെ ആവശ്യമില്ല. ഭൂമിയിലെ നരകമാണ് അപ്പുറത്തെ നരകം, ഇവിടുത്തെ സ്വർഗമാണ് അപ്പുറത്തെ സ്വർഗം. ഈ ഭൂമിയിൽ നരകമാണോ നമ്മുടെ വീട്? എടുത്തിയാട് മുൻകോപം. കുടുംബനാഥൻ ക്ഷിപ്രകോപമുള്ള സ്കൂൾ അധ്യാപകൻ, ഭാര്യ അടുക്കളയിലെ ജോലി നോക്കുന്നയാൾ. ഒരു ദിവസം ഡോസ് കൂടിയതെറി ഉറക്കം വിളിച്ചിട്ട് അയാൾ സ്കൂളിലേക്ക് പോയി. ഭാര്യ ഒറ്റയ്ക്ക് ചീത്തയും വിളിച്ച് അടുപ്പിൽ തീ കത്തിച്ചു. എന്നും വൈകുന്നേരം 4:30 വരുന്ന ഭർത്താവ് അന്ന് ഉച്ച കഴിഞ്ഞ് 2:30 വന്നു. ഭാര്യ ചോദിച്ചു, താനെന്നോട് അവധി എടുത്തുകൊണ്ട് വഴക്കുണ്ടാക്കാൻ നേരത്തെ എഴുന്നള്ളിയിരിക്കുകയാണോ? കെട്ടിയവൻ, അല്ലടി, ഞാനും ഹെഡ്മാസ്റ്ററും കൂടെ 1 പറഞ്ഞു 2 പറഞ്ഞു കത്തിക്കേറി കൊമ്പ് കോർത്ത് ബഹളം മൂത്തു. അരിശം വന്ന ഹെഡ്മാസ്റ്റർ എന്നോട് പറയുക, താൻ വല്ല നരകത്തിലോട്ടും പോടൂ. ഞാൻ നേരെ ഇങ്ങോട്ട് തന്നെ പോകുന്നടി, വേറെ എങ്ങോട്ട് പോകാനായിട്ടാ? വീട് നരകം. നരകത്തിലെ കഥാപാത്രങ്ങൾ ആരാ? കാലൻ, പിശാച്, ശവങ്ങൾ. ഭാര്യ ഭർത്താവിനെ വിളിക്കും കണ്ണിച്ചോരില്ലാത്ത കാലൻ, ഭർത്താവ് ഭാര്യയെ വിളിക്കും വൃത്തിയില്ലാത്ത മുതുപിശാച്. പെരയ്ക്കാൻ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? മക്കളെ നോക്കി പറയും അയൽവക്കത്തെ മക്കളും മിടുക്കർ. ഈ വീട്ടിൽ 3 ശവങ്ങൾ. മൂത്ത ശവം 8ാം ക്ലാസ്സിൽ, 2ാമത്തെ ശവം 7ാം ക്ലാസ്സിൽ, 3ാമത്തെ ശവം 5ാം ക്ലാസ്സിൽ. ഒരു ഭർത്താവ് ഭാര്യയെ എന്നും വിളിക്കും പിശാചേ പിശാച്. 20 വർഷക്കാലം വിളിച്ചു. 20 വർഷം കഴിഞ്ഞ് അയൽവകത്തെ കുഞ്ഞിൻ്റെ മാമോദീസയ്ക്ക് തലതൊട്ടപ്പനും തലതൊട്ടുമയായിട്ട് ഇവരെ വിളിച്ചു. പ്രാരംഭ പ്രാർത്ഥന അച്ഛൻ ചോദിച്ചു, പിശാചിനെ അതിൻ്റെ എല്ലാ പ്രവൃത്തിയോടും കൂടി ഉപേക്ഷിക്കാൻ മനസ്സാണോ? ഇയാളൊന്നും മിണ്ടുന്നില്ല, സർവക്കല്ല് പോലെ മയിൽക്കുറ്റി പോലെ ഉറച്ചു നിൽക്കുന്നു. അച്ഛൻ ചോദിച്ചു, ചെവി കേൾക്കുകയല്ലേ? പിശാചിനെ അതിൻ്റെ എല്ലാ പ്രവൃത്തിയോടും കൂടി ഉപേക്ഷിക്കാൻ മനസ്സാണോ? ഇയാളൊന്നും മിണ്ടുന്നില്ല. അച്ഛൻ പറഞ്ഞു, ഇതുങ്ങളെ മാറ്റിയിട്ട് വേറെ വല്ലവരെയും കൊണ്ടുപോവാ. ഉടനെ അപ്പം പറഞ്ഞു, എൻ്റെ അച്ഛ, എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ പറ്റുമോ? 25 വർഷമായിട്ട് വിളിച്ചു പഠിച്ച പദപ്രയോഗമല്ലേ. വീട് ഒരു നരകമാണ്. ക്ഷിപ്രകോപം ബഹളമുള്ള ഒരു നരകമാണ്. 7, വീട് ഒരു അനാഥശാല. ഒന്നാന്തരം വീട്ടുപേരാണ് ഞാവള്ളി കുടുംബം. പക്ഷേ നിങ്ങളുടെ പെരയ്ക്കകം ചില വീട് ഓർഫണേജാണോ അനാഥശാലയാണോ? ആത്മശോധന ചെയ്യണം. സമൂഹത്തിലെ ഭയങ്കര പൊളിറ്റിക്സ്, വിദ്യാഭ്യാസം, സയൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, എല്ലാ രംഗത്തും നമ്മൾ കാണും. പക്ഷേ പെരയ്ക്കകത്തൊരു അനാഥശാല. 80 വയസ്സുള്ള അപ്പനോട് മിണ്ടാൻ തിരക്കുള്ള മോന് സമയമില്ല. 78കാരി അമ്മയുടെ അടുക്കൽ ഇരിക്കാൻ തിരക്കുള്ള മരുമകൾക്ക് സമയമില്ല. പ്രായമായ അപ്പൻ്റെയും അമ്മയോട് ഇരിക്കാൻ മക്കൾക്കും മരുമക്കൾക്കും സമയമില്ല. സ്കൂളിൽ നിന്ന് വരുന്ന കൊച്ചിനെ കേൾക്കാൻ അപ്പനും അമ്മയ്ക്കും സമയമില്ലെങ്കിൽ എത്ര മുട്ടം വീടാണേലും ആ വീടിനെ വിളിക്കുന്ന വാക്ക് അനാഥശാല. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ശ്രീകുമാരൻ തമ്പി വർഷങ്ങൾക്ക് മുമ്പ് മോഹിനിയാട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ടെഴുതി. സ്വന്തം എന്ന പദത്തിനെന്തർത്ഥം, ബന്ധം എന്ന പദത്തിനെന്തർത്ഥം? സ്വന്തങ്ങൾ, ബന്ധങ്ങൾ വെറും ജലരേഖകൾ. ഇന്ന് കുടുംബത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു വലിയ ഒരു മൂല്യമാണ് അപ്പനമ്മമാരുമായുള്ള ബന്ധം. ഇങ്ങനെയുള്ള കുടുംബയോഗങ്ങളൊക്കെ ഒന്ന് പുതുക്കി ചിന്തിക്കാനുള്ള അവസരമാണ്. എൻ്റെ പ്രായമായ അമ്മായിയമ്മയോട്, എൻ്റെ പ്രായമായ അമ്മായിയപ്പനോട്, എൻ്റെ പ്രായമായ അപ്പനോട് അമ്മയോട് കെട്ടിവന്ന മകളുടെ ബന്ധം. ഇന്ന് പല കുടുംബങ്ങളും, പ്രത്യേകിച്ച് സമ്പന്ന കുടുംബങ്ങളിൽ കെട്ടിവരുന്ന പെമ്മക്കൾക്ക് ഭർത്താവിൻ്റെ അപ്പനോടും അമ്മയോടും പരമപുച്ഛമാണ്. എത്ര കേസുകളാണ് അച്ഛൻ കൈകാര്യം ചെയ്യുക? പാവപ്പെട്ട കുടുംബത്തിൽ കുറവാണ്. സമൂഹത്തിൽ മെച്ചപ്പെട്ട കുടുംബത്തിലാണ് ഭർത്താവിൻ്റെ അമ്മയെ മരുമകൾക്ക് വേണ്ട, കല്യാണം കഴിഞ്ഞ മോന് അമ്മയെ വേണ്ട, അപ്പനെ വേണ്ട. അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. അതൊരു വലിയ അപകടമാണ് നമ്മുടെ സമൂഹത്തിൽ. പ്രായമായവർ ഒരു വേസ്റ്റായിട്ട് മാറുന്നു. ഒരു വീട്ടിൽ അപ്പന് വയസ്സ് 85, ബെഡ്സോറ് പിടിച്ച് അപ്പൻ കട്ടിലേക്ക് കിടക്കുക. 80കാരി അമ്മ കുളിപ്പിച്ച് തുടപ്പിച്ച് അപ്പൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. ആ 3 കെടാമുട്ടന്മാർ മക്കൾ നാട്ടിൽ തന്നെയുണ്ട്, പെര വെച്ച് വേറെ താമസിക്കുക. അപ്പനെ അമ്മയെ നോക്കുന്ന വലിയൊരു ഭാരമാണ്. പക്ഷെ അടുത്തിടെയായിട്ട് ഈ 3 അവന്മാരും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല. അവിടെ തന്നെ കിടക്കാൻ തയ്യാറ്, പരിസരത്ത് നിൽക്കാൻ തയ്യാറ്, വരാന്തയിൽ ഇരിക്കുന്നു. ഭയങ്കരമായ താല്പര്യം. പാര വെച്ച് തന്നെ അട്ടപ്പാടി അണക്കരയെങ്ങാനും പോയി ധ്യാനം വല്ലതും കൂടിയോ? വലിയ മാറ്റം. അതോ വീതം കൊടുക്കാനൊരു തീരുമാനമായോ? അപ്പം അമ്മ പറഞ്ഞു, ഒരു വീതവും ഇല്ല, ധ്യാനവും ഇല്ല. ഞാനൊരു പണി ചെയ്തു, അതുകൊണ്ട് ഇവന്മാർ ഇങ്ങനെ മാറാതെ നിൽക്കുന്നു. അതെന്താ? കഴിഞ്ഞ മാസം സുന്ദരിയായ ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവന്ന് അപ്പനെ നോക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. അതിനുശേഷം അവർക്ക് പോവുകയും വേണ്ട, ഇവിടെ തന്നെ കിടന്നാലും മതി, താമസിച്ചാലും മതി. ഇന്ന് മക്കളെ ആകർഷിക്കണമെങ്കിൽ സുന്ദരി ഹോം നേഴ്സ് അപ്പനെ നോക്കാൻ വീട്ടിൽ വേണം. വീട് അനാഥശാല. വീട് അനാഥശാല. ഞാൻ പലപ്പോഴും ഓർക്കും, നമ്മുടെയൊക്കെ നാട്ടിലെ പ്രായമായ അപ്പൻ്റെ അമ്മയുടെ അവസ്ഥ മെക്കാഡിയും ടാറിങ് നടത്തുന്ന റോഡിലെ മിഷ്യം പോലെ.
മിനുസമുള്ള റോഡ് പണിതപ്പോൾ ഇപ്പം പാലാ പൊൻകുന്ന റോഡ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സൂപ്പർ റോഡെന്ന് വിളിക്കാം, ലോകത്ത് തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ. പക്ഷെ ആ റോഡ് പണിത സമയത്ത് ഒരു യന്ത്രമുണ്ടായിരുന്നു, വഴി ബ്ലോക്ക് ചെയ്ത് വിലങ്ങിയിരിക്കുന്ന ഒരു യന്ത്രം, ഭയങ്കര ശബ്ദമുണ്ടാക്കുന്ന യന്ത്രം, ഒട്ടും സ്പീഡില്ലാത്ത ഒരു യന്ത്രം. പക്ഷേ റോഡ് പണിയുമ്പോൾ ആ യന്ത്രം വേണം, മണ്ണ് മാന്താൻ, സിമെൻറ്റ് തൂളാൻ, പൊടി വിതറാൻ, ടാറ് മിനുക്കാൻ ആ യന്ത്രം വേണം. റോഡ് പണി കഴിഞ്ഞപ്പോൾ ആ യന്ത്രം അഴിച്ച് പാർട്സാക്കി അടുത്ത് എവിടെ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്തു. നമ്മുടെയൊക്കെ പല അപ്പന്മാരുടെ അമ്മമാരുടെ അവസ്ഥ, നമ്മുടെയൊക്കെ സീറോ മലബാർ കുടുംബങ്ങളിൽ ഇന്ന് മെക്കാഡിൻ്റെ ആരെങ്കിലും യന്ത്രം പോലെ പെരപണിയാൻ വേണമായിരുന്നു അപ്പനും അമ്മയും, വസ്തു മേടിച്ച് കൂട്ടാൻ വേണം അപ്പനും അമ്മയും, മക്കൾക്ക് വീതം ഉണ്ടാക്കാൻ വേണം അപ്പനും അമ്മയും. പക്ഷേ ഒരുത്തൻ പെണ്ണ് കെട്ടി ഏതോ ഒരുത്തി ആ വീട്ടിൽ വന്ന് കയറിയപ്പം മുതൽ മോൻ്റെയും മട്ടുമാറി അവളുടെയും മട്ടുമാറി. അവർ നോക്കും വഴി വിലക്കുന്ന ഒരു യന്ത്രം ഇങ്ങനെ ഇരിക്കുക. 10 പൈസ വേസ്റ്റ് ചെയ്താൽ അരുതെന്ന് പറഞ്ഞ് തിരുത്തുന്ന ഒരു യന്ത്രം. ഉണ്ടാക്കുന്ന ശബ്ദമോ ചുമ, കൊര, കപക്കെട്ട് ഏതെല്ലാം വിധത്തിലാണ്. ആ വിധത്തിലും ശബ്ദം ഉണ്ടാക്കുന്ന യന്ത്രം, ഒരു സ്പീഡുമില്ല. പിന്നെ 15 ലക്ഷം രൂപ കൊടുത്ത് വൃദ്ധമന്ദിരത്തിൽ അപ്പനെ അമ്മയെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടാൽ ചെറുപ്പക്കാരും മൂക്കും ജീവിതം ആസ്വദിക്കാം. വീട് അനാഥശാലയല്ലേ. അപ്പന് കണ്ണ് കാണുകയെന്നും പറഞ്ഞ് ദൂരെ കൂടെ പോകുന്ന മോൻ, അമ്മയുടെ ചെവി കേൾക്കുകയെന്ന് പറഞ്ഞ് വർത്തമാനം പറയാത്ത ആൾ. പ്രിയപ്പെട്ടവർ ഓർത്തോണം, വാർദ്ധക്യത്തിൽ നിങ്ങളുടെ അപ്പനമ്മമാരോട് നിങ്ങൾ പെരുമാറുന്ന പെരുമാറ്റം നിങ്ങളുടെ കുഞ്ഞുമക്കൾ കണ്ടുപഠിക്കുന്നുണ്ട്, ഓർത്തോണം. ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കുന്നു ഒരു കൂട്ടായ്മയുടെ മൂല്യം, കുടുംബ ബന്ധങ്ങളുടെ ധന്യതയും അതിൻ്റെ ദാർഢ്യവും ആ മക്കൾ കണ്ടുപിടിക്കുന്നുണ്ട്. നമ്മുടെ പെരുമാറ്റങ്ങൾ, പ്രായമായ മാതാപിതാക്കൾ കട്ടിൽ ക്ഷീണിച്ച് കിടക്കുകയാണ്, അടുത്ത് ചെന്ന് വെറുതെ മൂളി കേൾക്കണം. ഒന്നുമില്ലേലും കണ്ണ് കാണിയല്ലും മൂളി കേട്ടോണം. ഇന്ന് ചില മക്കളും മറ്റും മൂളും. ആ മൂളന് തന്നെ പൊമറേനെ പറ്റി കുറയ്ക്കുന്ന പോലെ ചിലരുടെ മൂളൽ യാ ചില മൂളലിങ്ങനെ. ജർമ്മനിയിൽ നിന്നൊരു മോൻ വന്നു, അമ്മയ്ക്ക് വയസ്സ് 85. അമ്മ പറഞ്ഞു, മോനെ പിത്തം കഫം, ചുമ, കൊര, കഫക്കെട്ട്. അമ്മ പറഞ്ഞു യാ 80 വയസ്സ് കഴിയുമ്പം അങ്ങനെയൊക്കെയാണ്. അമ്മ പറഞ്ഞു, മോനെ മാസം 850 രൂപയുടെ കുഴപ്പ് വേണം. ഞാനത് തരുന്നുണ്ടല്ലോ. അമ്മയ്ക്ക് ചൊറിഞ്ഞു കയറുക ഈ കേട്ടിട്ട്. മോനെ അതൊക്കെ പോട്ടെ, അമ്മയുടെ മുണ്ടും ചട്ടയും കവണിയും ഒരു എലി വെട്ടിക്കളഞ്ഞു. അവൻ ചോദിച്ചു, റിയലി എന്നല്ല മോനെ, പഴയ പെരേലിയ അത് വെട്ടി ദൂരെ കളഞ്ഞത്. സംസാരം വേണം, ശ്രദ്ധ വേണം, അടുക്കലിരിക്കണം. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ ആശ്വസിപ്പിച്ചോ. 4 തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇപ്പോൾ കുടുംബത്തിൽ നമ്മുടെ കുടുംബം ഇങ്ങനെയുള്ള ഒരു അനാഥശാലയാണ്. 7 അനാഥശാല. 8 വീട് ഒരു ചന്ത. ചില കുടുംബങ്ങൾ ചന്തകളാണ്. എങ്ങനെയുള്ള കുടുംബമാണ് ചന്ത? നാട്ടിൽ സ്റ്റാറ്റസ് ഉള്ള മനുഷ്യൻ വീട്ടിൽ പുളിച്ച തെറി ഭാര്യയെ വിളിക്കും. നാട്ടിൽ ഗെറ്റപ്പുള്ള മനുഷ്യൻ മക്കളെ വിളിക്കുന്ന ചീത്ത വാക്ക്. കണ്ടാൽ നല്ല മാലാകെപ്പോലുള്ള വെമ്പർനൂതി ഭർത്താവിനെ ബഹുമാനിക്കുകയല്ല, വാ വിളിച്ച ഭർത്താവിനെ തിരിച്ച് ചീത്ത വിളിക്കുക. അങ്ങനെയുള്ള വീട് ഒരു ചന്തയാണ്. അപ്പം വീട് ഒരു ചന്തയാണ്, നമ്മുടെ വീട് ഒരു ചന്തയാണ്. എങ്കിൽ തിരുത്താനാ ദൈവം നമ്മളെ വിളിക്കുക. നല്ല ഭാഷ നമ്മൾ പറയും. ഈ ചന്തയിലെ ഭാഷ പറയുന്നവരുണ്ട്, തെറിവാക്കുകൾ പറയുന്നവർ, ചീത്ത. ഒരിക്കലും ഭാര്യയോട് അരിശം വരുമ്പം ചീത്തവാക്ക് വിളിക്കരുത്, ഭർത്താവിനോടും ചീത്തവാക്ക് തിരിച്ചു പറയരുത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തെറി ഉള്ള ഭാഷ മലയാളമാണ്. കാരണം മറ്റു ഭാഷകളിൽ കുഞ്ഞു തെറിയുള്ളൂ. സ്റ്റുപ്പിഡ്, ബാസ്റ്റർഡ്, തീർന്നു, കൂട്ടി പറയാൻ പറ്റുകയില്ല. നമുക്കാണെങ്കിൽ ഗുണനപ്പട്ടിക പോലെ ഭാഷ പറയാവുന്ന 1-ാം തരം തെറി. ഗിന്നസ് ബുക്കിലെ ഏറ്റവും വലിയ തെറി കാസർഗോഡുള്ള ഒരു സീറോ മലബാർ കുടുംബനാഥൻ്റെ തെറിയാണ് ഗിന്നസ് ബുക്കിലെ ഏറ്റവും മുഴുത്ത തെറി. 1 സെക്കൻഡ്, 1 മിനിറ്റ് 3.5 സെക്കൻഡ് നീളമുള്ള ഒറ്റ തെറി. ആ തെറിയുടെ സാരാംശം എന്താ? ആരെ തെറി വിളിച്ചോ തെറി കേട്ടവൻ്റെ അപ്പനപ്പൂപ്പന്മാരുടെ സകല അവയവങ്ങളും തഴുകി തലോടി കടന്നുപോയ ഒരു അന്താരാഷ്ട്ര തെറി എന്നാണ് പറയുക. ഇവിടെയാണ് പറയുക, കുടുംബം ഒരു ചന്തയാകരുത്. നമ്മുടെയൊക്കെ മാതൃകകൾ എല്ലാവരും നോക്കി പഠിക്കുന്നു. 9 വീട് ഒരു വിദ്യാലയം. ഞാവള്ളി കുടുംബത്തിൻ്റെ 2017 കുടുംബയോഗം കൂടുമ്പോൾ ദൈവം പറയുന്നു, ആദ്യം പറഞ്ഞ 8 എണ്ണത്തെ പറ്റിയോ തിരുത്താവുന്ന തിരുത്തലുകൾ വരുത്തുക. 9 ഉം 10 മോഡലായിട്ട് നമ്മുടെ കുടുംബങ്ങളെ രൂപപ്പെടുത്തുക, രൂപാന്തരപ്പെടുത്തുക. 9
വീട് ഒരു വിദ്യാലയം. അഭ്യസ്ത വിദ്യർ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബശാഖയാണ് നമ്മുടേത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പെരയ്ക്കകം വിദ്യാലയമാകണം, വീട് ഒരു വിദ്യാലയമാകണം. എന്താണ് വീട് വിദ്യാലയം? വീട് സർവകലാശാലയാണ്. അധ്യാപകർ അപ്പനും അമ്മയുമാണ്. അപ്പൻ്റെയും അമ്മയുടെയും ജീവിതം കണ്ട് മക്കൾ പഠിക്കണം. സമയത്ത് പള്ളിയിൽ പോകുന്ന അപ്പനും അമ്മയുമാണോ മക്കളും സമയത്ത് പള്ളിയിൽ പോകും. കുമ്പസാരിക്കുന്ന മാതാപിതാക്കളാണോ കുഞ്ഞുങ്ങളും അങ്ങനെ ചെയ്യും. വേദപുസ്തകം വായിക്കുന്ന മാതാപിതാക്കളാണോ മക്കളും അങ്ങനെ ചെയ്യും. കുടുംബ പ്രാർത്ഥനയുള്ള കുടുംബമാണോ കുഞ്ഞുങ്ങളും അങ്ങനെ ചെയ്യും. കണ്ടുപഠിക്കണം. അപ്പനും അമ്മയ്ക്കും ഉണ്ടെങ്കിലല്ലേ മക്കൾക്ക് കൊടുക്കാൻ പറ്റൂ. 5 പഠിക്കുന്ന കുട്ടി സാറ് എത്ര പഠിപ്പിച്ചാലും ഒരു വാക്ക് അവൻ തെറ്റിച്ചേ പറയൂ. അവൻ പറയുന്ന വാക്ക് യൂണിവേഴ്സിറ്റി എന്ന വാക്ക് അവൻ പറയുമ്പോൾ യൂണിവേഴ്സിറ്റി സാറ് കിള്ളി കിഴുക്കി അള്ളി നുള്ളി അടിച്ചു. അവൻ അലറിക്കൊണ്ട് പറയും യൂണിവേഴ്സിറ്റി. സാറിവനെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പനോട് പറഞ്ഞേ, എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഞാൻ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ മോനെ കൊണ്ട് യൂണിവേഴ്സിറ്റി എന്ന് എനിക്കൊന്ന് പറയിപ്പിക്കണം. ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും വെടിവെക്കുന്ന പോലെ ചെവിയിൽ യൂണിവേഴ്സിറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം പറഞ്ഞു, സാറേ അവനെ നിർബന്ധിക്കേണ്ട, അവൻ്റെ കപ്പാക്കിറ്റി അത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി എന്നവൻ പറയുക. എങ്ങനെയാണ് അപ്പനമ്മ അങ്ങനെയാണ് മക്കൾ എന്നാണ് പറയുക. 10 വീട് ഒരു ദേവാലയം. വീട് ഒരു ദേവാലയം. ഞാവലിൽ കുടുംബവും അതിൻ്റെ വിവിധ ശാഖകളും, അത് മലബാറിലോ ഹൈറേഞ്ചിലോ തെക്കൻ തിരുവിതാംകൂറിലോ മധ്യ കേരളത്തിൽ എവിടെയാണേലും നമ്മുടെ വീട് ഒരു ദേവാലയം ആകണം. ദേവാലയം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച കുർബാനയ്ക്ക് വീഴ്ച വരുത്താത്ത ഒരു കുടുംബം, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു കുടുംബം, നല്ല നല്ല ധ്യാനങ്ങളിൽ ഇടയ്ക്കിടെ പങ്കെടുക്കുന്ന ഒരു കുടുംബം, വേദപുസ്തകം വായിക്കുന്ന ഒരു കുടുംബം, പാവങ്ങളെ സഹായിക്കുന്ന ദശാംശമൊക്കെ കൊടുത്തു പഠിക്കുന്ന ഒരു കുടുംബം. അങ്ങനെയുള്ളൊരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറണം. ചിലപ്പോൾ ആയിരിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ അതിനെ ആക്കി തീർക്കുക. വീട് ഒരു ദേവാലയം. അതിൻ്റെ മോഡൽ നമുക്കുള്ളത് ലൂക്കാസ് വിശേഷം 12 നസസിലെ തിരുക്കുടുംബം. യോസേപ്പും മറിയവും 12 വയസ്സുള്ള ബാലൻ യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുചെല്ലുന്നു. ദേവാലയത്തിൽ തിരിച്ചു പോരുമ്പോൾ ഒരു നിയമമുണ്ട്. 12 വയസ്സ് കഴിഞ്ഞാൽ ആൺകുട്ടി പുരുഷനാണ്, യുവാവാണ്, അപ്പൻ്റെ കൂടെ നടക്കണം. 12 താഴെയാണോ അമ്മയുടെ കൂടെ നടക്കണം. കൃത്യം 12 2 കൂട്ടത്തിൽ നടക്കാം. യേശു കൃത്യം 12-ാം വയസ്സിൽ. യൗസേപ്പ് കരുതി മറിയത്തിൻ്റെ കൂടെ, മറിയം കരുതി യൗസേപ്പിൻ്റെ കൂടെ. ഒരു നാൽക്കവലയിൽ വന്നപ്പോൾ 2 കൂട്ടത്തിലുമില്ല. ഇന്നത്തെ പെണ്ണുങ്ങളാണെങ്കിൽ കെട്ടിയവനെ വെറുതെ വിടുവോ? എന്നാ ഇളക്ക വാരുന്നിടൂ, മോനെ കണ്ടുപിടിക്കാൻ തപ്പിപ്പിടിച്ചുകൊണ്ട് വാ. ഭർത്താവ് പറയും, പെറ്റവൾ നീയാ, പോറ്റേണ്ടത് നീയാ. ഒരു വഴക്കുമില്ല. ദേവാലയമായ കുടുംബം, ഭാര്യയെ കുറ്റപ്പെടുത്താത്ത ഭർത്താവ്, ഭർത്താവിനെ കുറ്റപ്പെടുത്താത്ത ഭാര്യ, ഒരുമിച്ച് 2 പേരും കൂടി മകനെ അന്വേഷിച്ചു, കണ്ടുപിടിച്ചു. യോസേപ്പ് പിതാവും മാതാവും വഴക്കുണ്ടാക്കിയെന്ന് ഈ ഇടയാണ് വാർത്ത. മംഗളം, മനോരമ, മാതൃഭൂമി, ദീപികയിൽ വലിയ വാർത്ത. എന്താണ് ആ വാർത്ത? സെൻറ് ജോസഫ് കയറി സെൻറ് മേരിക്ക് ഇടിച്ചു. ഇതാണ് വാർത്ത. ഇത് വണ്ടിക്കാരുടെ വഴക്കാണ്. അവർ തമ്മിൽ യാതൊരു വഴക്കുമില്ല. വണ്ടിയുടെ പേരുകൾ ഇങ്ങനെയല്ലേ? ഈയിടെ ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിലൂടെ പോകുമ്പോൾ അനൗൺസ്മെൻറ്റ്, അൽഫോൻസായെ മുട്ടാത്ത വിധം സെൻറ് തോമസ് മാറിക്കിടക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. വൈകിട്ട് 3:30 തൊടുപുഴയിൽ ചെന്നാൽ പല ബസ്സുകൾ, പ്രകാശ്, മുണ്ടമറ്റം, BPMS, ഏഞ്ചൽ, ജീസസ്, അങ്ങനെ പല വണ്ടികൾ. 3:20 അനൗൺസ്മെൻറ്റ്, ദയവ് ചെയ്ത് ജീസസ് സ്റ്റാൻഡ് വിട്ടു പോകണം. ഇതാണ് അനൗൺസ്മെൻറ്റ്. ഏറ്റവും രസമുള്ള വണ്ടി പാലായിലാണ്, കൊട്ടാരപ്പറ്റം ബസ് സ്റ്റാൻഡിലാണ്. വൈകുന്നേരം 4:30 പോകുന്ന ഒരു വണ്ടിയുണ്ട്. പാല കല്ലറ റൂട്ടിലോടുന്ന ജീവൻ ട്രാവൽസ്. പാല മരങ്ങാട്ടുപള്ളി, കുറവരങ്ങാട് കുറുപ്പന്തറ വഴി പഴയ കല്ലറയ്ക്ക് പോകുന്ന വണ്ടിയാണ്. 4:30 അനൗൺസ്മെൻറ്റ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ജീവൻ പോവുകയാണ്. കല്ലറയിലേക്കുള്ളവർ കടന്നു വരണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇവിടെയാണ് സെൻറ് ജോസഫ് കയറി സെൻറ് മേരിക്ക് ഇടിച്ചു. യോസേപ്പും മറിയവും തമ്മിൽ ഒരു വഴക്കുമില്ല. സ്നേഹത്തിൻ്റെയും രമ്യതയുടെയും കുടുംബം. അപ്പം നമ്മുടെയൊക്കെ കുടുംബം ഒരു ദേവാലയം മാറട്ടെ. അവിടെ നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ മക്കൾ കണ്ടുപിടിക്കട്ടെ. നിങ്ങളുടെ മക്കൾ 40 വയസ്സുള്ള അപ്പനും അമ്മയും കൂടി രാത്രി 11:45 പാഷൻ പരേഡ് കാണുന്നു TV. ആ സമയത്താണ് മുഖത്ത് നോക്കാൻ അറപ്പ് തോന്നുന്ന കുറേ എണ്ണം കോലയിൽ തുണി ചുറ്റിയ പോലെ ആടിയാടി വരുന്ന 11:45 പാഷൻ പരേഡ്. അപ്പനും അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുക. 7 വയസ്സുകാരൻ മോൻ
അകത്തെ ജനലിലൂടെ തുറിച്ചു നോക്കി. അമ്മ ചോദിച്ചു, എന്നാടാ നോക്കുന്നത്? നിങ്ങളെന്നാ കാണുന്നതെന്ന് ഞാനും ഒന്ന് കാണുക. അമ്മ പറഞ്ഞു, മക്കളെ ഞങ്ങളൊന്നും കാണുകയല്ല, ലോകത്ത് തുണി ഉടുക്കാൻ കഴിവില്ലാത്ത പാവങ്ങളെ ഓർത്ത് ഡാഡിയും മമ്മിയും കരുണക്കൊത്ത എഴുതിക്കൊണ്ടിരിക്കുകയാണ്, മോൻ പോയി കിടന്നോളാൻ പറഞ്ഞു. അവൻ കിടന്നു. രാത്രി 12-ന് അത്രയും തുണിയില്ലാത്ത പുതിയ അവതാരങ്ങൾ നിരന്നു വരുന്നു. അവർ തുറിച്ചു നോക്കി, അവൻ ഒളിച്ചു നോക്കി. അപ്പോൾ ഉടനെ അമ്മ ചോദിച്ചു, എന്നാടാ പിന്നെയും നോക്കുന്നു? അവൻ പറഞ്ഞു, ഞാൻ നോക്കുകയായിരുന്നു, അതിനേക്കാൾ ദാരിദ്ര്യമുള്ള വല്ല മനുഷ്യരുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ച് നോക്കുന്നതാണ്. നമ്മുടെ മാതൃക കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കുന്നു. 75 വയസ്സുള്ള വല്യപ്പൻ ചാരികസയിലേക്ക് കാലിൽ നേടി പത്രം വായിക്കുന്നു. അങ്ങനെ പത്രം വായിക്കുമ്പോൾ 6 വയസ്സുള്ള പേരക്കുട്ടി പറഞ്ഞു, വല്യപ്പ കണ്ണാടി ഊരിയിട്ട് കണ്ണൊന്ന് അടയ്ക്കാവോ? വല്യപ്പൻ ചോദിച്ചു, കളിക്കാൻ വേണ്ടിയാണോ? കണ്ണാടി ഊരിയാ പറയാം, അടയ്ക്കാവോ? പത്രവായന കഴിച്ചിടാ, അടയ്ക്കാം. പത്രവായന കഴിഞ്ഞു. വല്യപ്പൻ കണ്ണാടി ഊരി വെച്ചു. വാടാ ഇനി കളിക്കാം. അവൻ അടുത്ത് ചെന്നു. വല്യപ്പൻ്റെ കണ്ണെ പിടിച്ചു. ഓ, ശരിക്കും അടഞ്ഞല്ലേ? അടഞ്ഞു. ഇനി ഞങ്ങളുടെ ഈ വീട്ടിൽ സമാധാനമായെന്നാണ് തോന്നുന്നത്. അതെന്നാടാ? എന്നും കിടക്കാൻ നേരത്ത് മമ്മി ഡാഡിയോട് പറയുന്ന കേൾക്കാം, ഈ വീട്ടിൽ വല്യപ്പൻ്റെ കണ്ണടഞ്ഞാൽ സമാധാനം ഉണ്ടാവൂ. നമ്മൾ എന്ത് ചെയ്യുന്നോ അത് മക്കൾ കണ്ടുപിടിക്കുന്നു. കപ്പുച്ചൻ അച്ഛന്മാരുടെ സെമിനാറിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി തൃശ്ശൂരിൽ നിന്നും ഷെവലിയർ ഔസേഫ് സാറിനെ ഞാൻ വിളിച്ചു കൊണ്ടുവന്നു. ഔസേഫ് സാർ ക്ലാസ് എടുത്തിട്ട് പറഞ്ഞു, അച്ഛന്മാരായ നിങ്ങളുടെ കാസയും പീലാസയും പിടിക്കുന്ന കൈകളേക്കാൾ പരിശുദ്ധമാണ് വൃദ്ധനായ എൻ്റെ ചുളിവ് വീണ ഈ കൈകൾ. വാർദ്ധക്യത്തിൽ തളർന്നു കിടന്ന എൻ്റെ അപ്പൻ്റെ മലമൂത്രങ്ങൾ 2 വർഷക്കാലം എൻ്റെ കൈകൊണ്ട് വൃത്തിയാക്കി. എൻ്റെ അപ്പനെ തുടപ്പിച്ച് വൃത്തിയാക്കിയ കൈകൾ അച്ഛന്മാരുടെ ബലിയർപ്പിക്കുന്ന കരങ്ങളേക്കാൾ പരിശുദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബയോഗങ്ങൾ ഒരു തിരിച്ചുപോക്കിൻ്റെ അവസരമാണ്. വർഷത്തിൽ ഒരു നോമ്പുകാലം മനുഷ്യൻ്റെ തിരിച്ചുപോക്കിൻ്റെ അവസരമാണ്. അതുപോലെ ഒരു കുടുംബത്തിൻ്റെ വാർഷിക യോഗം അല്പം തീറ്റ കൂടിയ നൃത്തം ബഹളത്തിൻ്റെ ഒരു ഭാഗ്യമായ ആഘോഷം മാത്രമല്ല, ഒരു തിരിച്ചുപോകലിന് ദൈവം നൽകുന്ന വിളിയാണ്. എൻ്റെ ഭാര്യയ്ക്ക് ഇനിയും നല്ല ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കുന്ന ഭർത്താവായി മാറുക. എൻ്റെ ഭർത്താവിനെ ബഹുമാനിക്കാത്ത ഭാര്യയാണെങ്കിൽ ആദരവോടെ സംസാരിക്കാൻ തീരുമാനമെടുക്കുക. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കരുതുന്ന, അവരെ കേൾക്കുന്ന, അവർക്കൊപ്പം ഇരിക്കുന്ന അപ്പനമ്മമാരായിട്ട് മാറുക. പ്രായമായ മാതാപിതാക്കളെ ഒരു വേസ്റ്റ്, ഒരു ഭാരമെന്ന് കരുതി ഒരു മുറിയിൽ ഒതുക്കിയിട്ടാൽ ആ അപ്പൻ്റെ അമ്മയുടെ അടുക്കൽ ഇരിക്കുന്ന ആൾക്കാരായിട്ട് മാറുക. നമ്മുടെ തന്നെ കുടുംബത്തിലെ ഏറ്റവും പാവപ്പെട്ടവരെ സമ്പത്തുള്ള കുടുംബാംഗങ്ങൾ സഹായിക്കുക. ഒരുപക്ഷെ പഠിക്കാൻ സഹായം, പല വിവാഹ സഹായം നമ്മുടെ തന്നെ കുടുംബത്തിൽ കാണാം. പാവപ്പെട്ട കുടുംബാംഗങ്ങൾ, അവരിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുക. ഏതെങ്കിലും കുടുംബാംഗങ്ങൾ തമ്മിൽ പിണക്കത്തിലും വെറുപ്പിലും വിദ്വേഷത്തിലുമാണോ രമ്യതപ്പെടുക. അങ്ങനെ സ്നേഹത്തിൻ്റെ കൂടാരമായി ഞാവലിൽ കുടുംബയോഗത്തെ മാറ്റുക. നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. വരും കാലങ്ങളിൽ കൂടുതൽ കരുതലോടും ശ്രദ്ധയോടും കൂടി അത് നമുക്ക് സംഭവിക്കട്ടെ, സാധിക്കട്ടെ. 2017 ഈ കുടുംബയോഗത്തിൻ്റെ നിറഞ്ഞ സദസ്സിൽ എല്ലാവരുടെയും സ്നേഹത്തോടും അംഗീകാരത്തോടും നിലവിളക്ക് കെടുത്തി നമ്മൾ ഉദ്ഘാടനം ചെയ്തു. അത് വാക്കുകളിലൂടെയും ഈ കുടുംബയോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെയൊക്കെ ഉള്ളിലെ ബന്ധങ്ങളുടെ പുറത്ത് അങ്ങ് ചിരിയുടെ ചിന്തേരിട്ട് ആ പുറന്തോടൊന്ന് മാറ്റി, അത് കഴിഞ്ഞ് നർമ്മത്തിൻ്റെ സാൻഡ് പേപ്പർ കൊണ്ട് ഇട്ട് മുറുക്കെ ഒന്ന് പിടിച്ചു. അവിടെ ഇവിടെയൊക്കെ കുറച്ച് വേദനിക്കുന്നുണ്ട്, എന്നാലും ചിരി തന്നെ മുമ്പിൽ നിൽക്കുന്നു. അച്ഛന് ഒത്തിരി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. പ്രിയമുള്ളവരെ, അച്ഛന് പോകുവാൻ തിരക്കുള്ളത് കൊണ്ട് കുറച്ച് ഉപഹാരങ്ങൾ അച്ഛൻ നിർവഹിക്കുന്നതാണ്. പ്രത്യേക പുരസ്കാരം അനിത സാബു നെടുമ്പള്ളിൽ ആൻഡ് ഫാമിലി സ്റ്റേജിലേക്ക് വരണം. ഈ വിലങ്ങുപാറ വീട്ടിലെ ചെറിയാങ്കുഞ്ഞേട്ടൻ്റെയും പ്രൊഫസർ റോസലിൻ ചെറിയാൻ്റെയും മകളാണ് അനിത. അനിതയെ കല്യാണം കഴിച്ചിരിക്കുന്നത് സാബു നെടുമ്പള്ളിൽ ഏഴച്ചിരിയാണ്. ഇവർക്ക് ദൈവത്തിൻ്റെ ദാനമായി കിട്ടിയിരിക്കുന്നത് 7 കുട്ടികളാണ്. 5 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. ഈ സന്തുഷ്ട കുടുംബത്തിന് എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഞാവളിൽ കുടുംബയോഗത്തിന്റെ പേരിൽ ആശംസിക്കുന്നു. മുറുക്കി ഒന്ന് കൈയടിച്ചേ. വന്നിരിക്കുന്നവരൊക്കെ നേടിയിട്ട് ഒന്ന് കാണട്ടെ. താങ്ക് യു വെരി മച്ച്. അടുത്തത്
അടുത്ത VM ഫ്രാൻസിസ് വെലങ്ങുപാറ. VM ഫ്രാൻസിസ് വെലങ്ങുപാറ LICയിൽ ഉദ്യോഗസ്ഥനായി തിരുവനന്തപുരത്ത് താമസമാക്കിയ വെലങ്ങുപാറയിലെ VM ഫ്രാൻസിസ് അങ്കിള് ഈ 2016 3 അവാർഡുകളാണ് വാരിക്കൂട്ടിയിരിക്കുന്നത്. ഒന്ന് കുഴിവേലി മാത്യു സാഹിത്യ അവാർഡ്, CK മറ്റം സാഹിത്യ അവാർഡ്, സർഗപ്രതിഭാ പുരസ്കാരം. VM ഫ്രാൻസിസ് അങ്കിള് ഈ 86ാമത്തെ വയസ്സിൽ ഇന്നലെ എറണാകുളത്ത് യാത്ര ചെയ്തെത്തിയതിനു ശേഷം മക്കളായ വിനോദിന്റെയും പ്രസാദിന്റെയും കൂടെ ഇന്ന് എറണാകുളത്തു നിന്ന് ഇവിടെ വന്നതാണ്. അങ്കിളിന്റെ എല്ലാ ആശംസകളും നേരുന്നു. അടുത്ത ജോസി കൊച്ചുകുടിയിൽ എത്തിയിട്ടില്ല. അല്ല, വന്നിട്ട് കൊടുക്കാം. ബേബിച്ചൻ മാത്യു മംഗലത്തിൽ പൊൻകുന്നം മക്കലത്തിൽ ബാങ്ക് ഓഫ് കൊമേഴ്സിന്റെ മാനേജരായിരുന്ന മാത്യുവിന്റെയും റോസ്മയുടെയും മകനാണ് ബേബിച്ചൻ. അദ്ദേഹത്തിന് സർവ്വവല്ലഭ അവാർഡാണ് ലഭിച്ചിരിക്കുന്നത്. മികച്ച കർഷകനും നല്ല കൊത്തുപണി വിദഗ്ധനും കയ്യാലപ്പണി തുടങ്ങിയ എല്ലാ ജോലികളിലും വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്ന ബേബിച്ചൻ കുടുംബയോഗ കമ്മിറ്റിയിൽ മെമ്പറും കാഞ്ഞിരപ്പള്ളി യൂണിറ്റിന്റെ സെക്രട്ടറിയുമാണ്. നമ്മുടെ പുത്തമ്പരക്കൽ അച്ഛന്റെ അമ്മയുടെ അനിയത്തിയുടെ മകനാണ്. ബിജു കൂന്താനം മണിമല കൂന്താനത്ത് റിട്ടയർഡ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജർ KK സ്കറിയ കൂന്താനത്തിന്റെ മകനാണ് ബിജു. എറണാകുളത്ത് കുടുംബ സമേതം താമസിക്കുന്ന ബിജു മീഡിയ ടീം സൊല്യൂഷൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. TV സ്റ്റേഷൻസും റേഡിയോ നിലയങ്ങളിലേക്കുള്ള ടെക്നിക്കൽ സപ്പോർട്ടും അതിനുള്ള എക്യുപ്മെന്റ്സും സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്. ഞാമളി കുടുംബയോഗത്തിന് വേണ്ടി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചതും അത് നടപ്പിലാക്കാൻ ശ്രമിച്ചതും ഇദ്ദേഹവും സഹോദരൻ ബിനുവും കൂടിയാണ്. ബിജുവിന് എല്ലാവിധ ആശംസകളും ഞാവളിൽ കുടുംബയോഗത്തിന്റെ പേരിൽ ആശംസിക്കുന്നു. അലക്സ് തോമസ് തെക്കൽ കുടുംബയോഗ പ്രവർത്തനങ്ങളിൽ വളരെയധികം താല്പര്യം കാണിച്ചിരിക്കുന്ന തെക്കേൽ തോമാച്ചൻ ചേട്ടന്റെ മകനാണ് ചാണ്ടിച്ചൻ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന അലക്സ് തോമസ്. ഒരു റബ്ബർ കർഷകനായി ജീവിതം തുടങ്ങിയ അലക്സ് ഇന്നൊരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തു കഴിഞ്ഞു. തിയറ ഫുഡ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടറാണ് അലക്സ്. ഈ കമ്പനി ബനാന ചിപ്സും കസാവ ചിപ്സും മാനുഫാക്ചർ ചെയ്യുന്നു. നിരവധി ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി അസോസിയേഷനുകളുടെ നേതൃനിരയിൽ ഇദ്ദേഹമുണ്ട്. കൊച്ചിയുടെ പ്രാദേശിക വികസനത്തിന് ആവിഷ്കരിച്ച പദ്ധതികളായ വൈറ്റില മൊബിലിറ്റി ഹബ്, കൊച്ചി മെട്രോ എന്നിവയുടെ നിർമ്മാണത്തിലും ഇദ്ദേഹം വളരെയധികം ആക്റ്റീവാണ്. താങ്ക് യു സർ. കയ്യടിക്ക് ജീവൻ പോരല്ലോ. ജോസി കൊച്ചുകുടിയിൽ കലൂർ നമ്പ്യാപറമ്പിൽ കൊച്ചുകുടിയിൽ കല്യാണം കഴിച്ചു വിട്ട നമ്മുടെ കുടുംബാംഗം കരൂർ ചേനക്കാലയിൽ കുര്യന്റെ മകൾ ബെറ്റിയുടെ മകനാണ് ജോസ് മാത്യു എന്ന ജോസി കൊച്ചുകുടി. 2015 ജാതി കൃഷിക്ക് നാഷണൽ ഇന്നൊവേഷൻ ഫൗണ്ടേഷന്റെ അവാർഡ് ലഭിച്ച ഒരു യുവ കർഷകനാണ് ജോസി. 2012 നാഷണൽ പ്ലാന്റ് ജിനോം സേവിയർ അവാർഡും നേടിയിട്ടുണ്ട്. നല്ല ഇനം ജാതി തൈകൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ തൊടുപുഴ കലൂരുള്ള ജോസിയുടെ കൊച്ചുകുടി ജാതി നഴ്സറി സന്ദർശിച്ചാൽ മതിയോ. ജാതി മാത്രമല്ല, നല്ല ഒരു റബ്ബർ കർഷകൻ കൂടിയാണ് ജോസി. തികഞ്ഞ ആത്മാർത്ഥതയും ഈശ്വരവിശ്വാസവും കഠിനാധ്വാനവും കൈമുതലായുള്ള ഈ യുവ കർഷകന് ഞാവളിൽ കുടുംബയോഗത്തിന്റെ അഭിവാദനങ്ങൾ. കയ്യടിക്ക് പിന്നെ ഓർമ്മിപ്പിക്കണോ? ബാക്കി അവാർഡുകൾ പിന്നീട് വിതരണം